താങ്കൾ എന്തിനാണ് അടിച്ചത്? താങ്കൾ അടിച്ചിട്ടില്ലല്ലോ, കൺഫേം അല്ലേ? ഓക്കെ, പോയിക്കോളൂ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ വൃദ്ധനെ തല്ലുന്നത് കണ്ടിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. അതായത് ഞാൻ ആദ്യം കേൾക്കുന്നത് തല്ലുന്ന ഒച്ചയാണ്. ഇത് ഒച്ച കേട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നത്. അതിനുശേഷം ഈ വൃദ്ധനെ തല്ലുന്നതാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്. അതിനുശേഷമാണ് മൊബൈൽ ക്യാമറ എടുത്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ഈ തല്ല് വാങ്ങിച്ച ആ ഒരു വൃദ്ധൻ ഇദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഈ ഉറങ്ങിക്കെടുക്കുന്ന ആൾക്കാരെ തല്ലുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവിടെ ഇരിക്കുന്ന ആൾക്കാരുമാണ് പോലീസ് ഈ RPF ഉദ്യോഗസ്ഥൻ തല്ലുന്നത്. ഇവിടെ തല്ലിയതിനെ അഥവാ തല്ലിയെങ്കിൽ പോലും ഈ പോലീസുകാരനെ ന്യായീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിയമം എന്താണെന്നുള്ളതാണ്. മനുഷ്യാവകാശത്തിൻ്റെ മുകളിൽ കൈവയ്ക്കുന്നല്ല, നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് നിയമം എന്ന് പറയുന്നത്. ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അക്രമത്തോടുകൂടി മനുഷ്യാവകാശം ലംഘിച്ചുകൊണ്ട് ഇവർ കാണിക്കുന്നത് ഇവരുടെ തൊഴിലല്ല, ഗുണ്ടായിസമാണ്. ഓക്കെ, നമ്മൾ ഇത് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, അടിച്ചത് കിട്ടിയിട്ടില്ല. പക്ഷേ അതിൻ്റെ പ്രൂഫ് അതേ റെയിൽവേ സ്റ്റേഷനിലുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ വീഡിയോ ഡിസ്പ്ലേ ചെയ്തത്. അതായത് എൻ്റെ പേഴ്സണലായിട്ടുള്ള മൊബൈൽ പ്രൂഫില്ല എന്നുള്ളൂ, പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ പ്രൂഫുണ്ട്. കാരണം അതൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അതോറിറ്റിയാണ് റെയിൽവേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് റെയിൽവേയുടെ ചുറ്റും ആ ഒരു പ്ലേസ് മൊത്തം ക്യാപ്ചർ ആവുന്ന രീതിയിൽ അവിടെ ക്യാമറയുണ്ട്. അതിൽ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. ഒരു പ്രൊട്ടക്ഷൻ ഫോഴ്സിലുള്ള ഇൻഡിവിജ്വൽ വ്യക്തി ഇങ്ങനെയുള്ളൊരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തമായിട്ടുള്ള തെളിവ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അവിടുത്തെ ക്യാമറ കണ്ണും കൂടി സാക്ഷിയായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ RPF ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയാണ് ഇല്ല അവിടുത്തെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ചെയ്തത് തന്നെ പ്രൂഫായിട്ട് കോടതിക്ക് എടുക്കാവുന്നതുമാണ്. ഇവിടെ മനുഷ്യാവകാശം ലംഘിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പ്ലാറ്റ്ഫോമിലല്ല കിടക്കുന്നത്, റെയിൽവേ പരിസരത്താണ്. കിടക്കുകയല്ല, അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് നിയമ സംവിധാനങ്ങളുള്ളത്? അദ്ദേഹം അങ്ങനെ ഇരിക്കാനൊരു കാരണമുണ്ട് കേട്ടോ. കാലത്ത് 3 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ ട്രെയിന് കണ്ണൂർ. 1 മണിക്കൂർ മുമ്പോ അരമണിക്കൂർ മുമ്പോ മാത്രമാണ് ടിക്കറ്റ് കിട്ടുക. 1 മണിക്കൂർ മുമ്പോ അരമണിക്കൂർ മുമ്പോ മാത്രമാണ് ടിക്കറ്റ് എടുക്കുക. അപ്പോൾ റെയിൽവേ പരിസരത്തിനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അമിതമായിട്ടുള്ള കാശോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ല ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കാശ് ഒരു 100 രൂപയോ കാര്യങ്ങളോ ഞാൻ ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിക്കുമ്പോൾ പോലും അദ്ദേഹം അത് സ്വീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് തല്ലിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ കുറച്ച് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്ത് വളരെ കുറച്ച് ആൾക്കാർ പറയുന്ന കമൻറ്റുകൾക്കാണ് ഇപ്പോൾ മറുപടി കൊടുക്കുന്നത്. കാരണം നമ്മൾ അത്രയ്ക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കണം എന്നുള്ളത്. പിച്ചക്കാർക്കുള്ള ഇടമല്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വസ്ത്രം കണ്ടിട്ടാണോ താങ്കൾ പിച്ചക്കാരെന്ന് പറയുന്നത്? ഈ പറയുന്ന കമൻറ്റുകൾ ഇടുന്ന ആൾക്കാർ RPF ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം സാധാരണ ജനങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആ RPF ഉദ്യോഗസ്ഥൻ ക്രിമിനലാണ് എന്നുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ അയാളുടെ പ്രതികരണം നോക്കുക. എന്തിനാണ് അയാൾ അവിടെ ഒരു ദേഷ്യം കാണിക്കുന്നത്? ആ ദേഷ്യത്തിനൊരു റീസൺ ഉണ്ടല്ലോ. സോ അയാൾ തെറ്റ് ചെയ്ത് അത് പിടിക്കപ്പെട്ടോ എന്നുള്ള പേടിയാണ് ആ ദേഷ്യത്തിനുള്ള കാരണം. സോ അവർക്ക് നിയമവ്യവസ്ഥിതിയോട് ചേർന്ന് നിന്ന് പ്രായോഗികമായിട്ടുള്ള നിയമവ്യവസ്ഥിതികളും നിയമ നടപടികളും എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ യൂണിഫോം അഴിച്ചു വെച്ച് വേറെ വല്ല പണിക്ക് പോകണം. അതിന് കഴിവുള്ള ആൾക്കാരിലേക്ക് അത് കൈമാറണം. അല്ലാതെ നിയമം കയ്യിലെടുക്കാനുള്ള റൈറ്റ്സ് ഇവർക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.